ഡോക്ടർ ഒരു കാര്യം പറയുന്നതേ അടുത്ത 3 ദിവസം പാലിക്കാനല്ല, ജീവിതകാലം ഉടനീളം പാലിക്കാൻ വേണ്ടിയാ. ആ, എന്നാ പിന്നെ ഇന്നത്തെ ദിവസം വിട്. നാളെ മുതല് ഞാൻ ജീവിത അവസാനം വരെ അങ്ങ് പാലിച്ചാ പോരെ? എന്താ വരുൺ? ഏയ് ഒന്നുമില്ലടോ. നിങ്ങളെല്ലാരും കൂടി ഇവിടെ ഇരിക്കുമ്പോ ഞാനെന്തിനാ അവിടെ ഇരിക്കുന്നത്? അച്ഛാ, ഞാനും ഹെൽപ്പ് ചെയ്യാം. നിങ്ങളാ? അല്ല, ഇത് ഞങ്ങൾക്ക് ചെയ്യാന്നേ ഉള്ളൂ. വരുൺ പോയി കിടന്നോ? എടോ, എനിക്ക് ബോറടിച്ചു. എനിക്ക് സമയം കളയണ്ടേ? വേണ്ട മോനെ, മോനെ ഈ ജോലിയൊക്കെ ചെയ്യാൻ കൂടെ ഇരിക്കുമ്പോ എന്തോ പോലെയാ. പണ്ട് കണിമംഗലം സ്വന്തമായിരുന്നപ്പോ അമ്മ ഇത് പറയായിരുന്നെങ്കിൽ കേൾക്കാനൊരു രസം ഉണ്ടായിരുന്നു. ഇപ്പൊ എന്താ കുഴപ്പമേ? എല്ലാം പോയില്ലേ? അമ്മ, ഇനി തടസ്സം നിൽക്കണ്ട. തടസ്സം നിന്ന് കഴിഞ്ഞാൽ പറഞ്ഞ് മൊത്തത്തിലൊരു നിരാശ അങ്ങ് പടർന്നു കയറും. പിന്നെ നമുക്ക് എല്ലാവർക്കും വിഷമാവും. ആ, ഇനി മുതല് എല്ലാ ദിവസവും നമുക്ക് ഇതുപോലെ കൂടാം. പച്ചക്കറി അരിഞ്ഞു വെക്കാൻ ഞാനും അച്ഛനും കൂടുന്നതിന് ഒരു കുഴപ്പമില്ല. ആ, രാധിക, മുത്തശ്ശിയാ. ആ, സ്പീക്കർ ഇട്ടിട്ടെടുക്ക്. ആ മുത്തശ്ശി, എന്തെടുക്ക അവിടെ? സുഖാണോടാ? ഇവിടെ ഒരു കുഴപ്പമില്ല. ഇവിടെ അച്ഛനും അമ്മയും രാധികയും കൂടി എന്തെടുക്കണമെന്ന് അറിയൂ? എന്താ? ഞങ്ങളെല്ലാരും കൂടെ ഇരുന്നേ ഒരു സദ്യക്കുള്ള പച്ചക്കറി അരിയുക. സദ്യയോ? നാളത്തേക്കോ? എന്താ വിശേഷം? വിശേഷമുണ്ട്. മുത്തശ്ശിയുടെ രാധിക മോള് വലിയൊരു ബിസിനസ്സുകാരിയായി. ഒന്ന് പോടാ അവിടുന്ന്. ഒന്നുമില്ല മുത്തശ്ശി, എന്തായാലും ഇവിടെ വെറുതെ ഇരിക്കല്ലേ. വീട്ടിലെ ജോലി കഴിഞ്ഞാ അമ്മയ്ക്കും പ്രത്യേകിച്ച് ഒന്നുമില്ല. എന്നാ പിന്നെ കുറച്ചുപേർക്ക് പൊതിച്ചോറുണ്ടാക്കി കൊടുത്താലോ എന്ന് ആലോചിച്ചു. അപ്പോ അവൻ പറഞ്ഞ സത്യം തന്നെയാ. അതിപ്പോ വലിയ ബിസിനസ് അല്ലേ? ഇന്നാളൊരു ദിവസം എവിടെയോ പോകുമ്പോ ഞാൻ കണ്ടു ഒരു മലയോളം പോകുന്ന തരത്തില് പൊതിച്ചോറ് ഇരിക്കുന്നത്. ഇതൊക്കെ ആര് വാങ്ങിച്ച് തീർക്കുമെന്ന് ഞാൻ ചിന്തിക്കുകയും ചെയ്തു. തിരിച്ചു വരുമ്പോ ആ കൂട്ടത്തില് ഒരെണ്ണം പോലും കാണാനുമില്ല. ആ, അങ്ങനെ ഒരു ശ്രമ ഇവിടെ എന്റെ ശ്രീമതി നടത്തിക്കൊണ്ടിരിക്കുന്നത്. നടക്കട്ടടാ. രാധിക മോളുടെ കൈകൊണ്ട് എന്തെങ്കിലും പാചകം ചെയ്ത് ഒരാൾക്ക് കൊടുത്താലേ അയാള് പിറ്റേ ദിവസം ആ സ്ഥലം അന്വേഷിച്ചു വരും. അവളുടെ കൈപ്പുണ്യം എനിക്കറിയാവുന്നതല്ലേ. തിരുമേനി ഉണ്ടോ അവിടെ? ആ, ഉണ്ട് ഉണ്ട്. ഞങ്ങളെല്ലാരും കൂടി അങ്ങനെ സംസാരിച്ചിരിക്കായിരുന്നു. നന്നായി. എത്ര ഇല്ലായ്മയിലും ഒന്നിച്ചിരിക്കാനും സംസാരിക്കാനും കഴിയുന്നുണ്ടല്ലോ. കണിമംഗലത്തടക്കം പല കുടുംബങ്ങളിലും നഷ്ടപ്പെട്ടു പോയത് അതാണ്.